ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രമാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണിത്. പൂർണ്ണമായും മെഗാ സീരിയലിൻ്റെ പശ്ചാത്തലത്തിലാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുടെ കഥ പറയുന്നത്. മലയാളത്തിലെ 3 സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ എഴുത്തുകാരനായ ജയദേവൻ ചുങ്കത്തറ എന്ന് പറയുന്ന കഥാപാത്രമാണ് ജയറാമേട്ടനെ അവതരിപ്പിക്കുന്നത്. ഈ 3 മെഗാ സീരിയലുകളുടെയും നിർമ്മാതാവായ വിജയാനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടർ അനൂപ് മേനോൻ അവതരിപ്പിക്കുന്നു. ഇവരുടെ സീരിയലിലേക്കും ജീവിതത്തിലേക്കും നാട്ടുംപുറത്തുകാരിയായ പുഷ്പവല്ലി റിമി ടോമി ചെയ്യുന്ന ക്യാരക്ടറാണ്. പുഷ്പവല്ലി കടന്നു വന്നതിന് ശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് തിങ്കൾ മുതൽ വെള്ളി വരെയുടെ ഇതിവൃത്തം. തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ഒരു ഫുൾ ഫൺ ഫിലിമാണ്. ഫുൾ ഹ്യൂമറിലാണ് എല്ലാ സീക്വൻസും പറയുന്നത്. ജനാർദ്ദനൻ ചേട്ടൻ, KP ലളിത, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, അനൂപ് ചന്ദ്രൻ തുടങ്ങി ഒരു നീണ്ട താരതമ്യമുണ്ട്. റിമി ടോമി പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം രചന നാരായണൻകുട്ടി ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു ഫാമിലി എൻ്റർടൈനർ തന്നെയാണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻഡോ ജോസഫ് നിർമ്മിച്ച് കണ്ണൻ താമരക്കുളം എന്ന് പറയുന്ന നവാഗതനായ സംവിധാനം, നവാഗതൻ ഞാൻ പറയുന്നില്ല, മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, അദ്ദേഹം തമിഴിലാണ് ഇതിനു മുമ്പുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ണൻ സംവിധാനം ചെയ്ത് ദിനേശ് പള്ളത്ത് തിരക്കഥ എഴുതിയിട്ടുള്ള പുതിയ സിനിമയാണ് തിങ്കൾ മുതൽ വെള്ളി വരെ. ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മനോജ് പിള്ളയും പ്രദീപ് നായരുമാണ്. വളരെ രസകരമായിട്ടുള്ളൊരു ഇതിവൃത്തമാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണി മുതൽ TV-യുടെ മുമ്പിലിരിക്കുന്ന കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. റിമി ടോമിയാണ് ഇതിലെൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത്. എന്തുകൊണ്ടാണ് റിമി ടോമിയെ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ കഥാപാത്രം റിമി ടോമിക്ക് 100% അനുയോജ്യമായെന്ന് തോന്നിയതുകൊണ്ടാണ്. കാരണം റിമി സ്ഥിരമായിട്ട് നിങ്ങളുടെയൊക്കെ മുമ്പാക്കി TV-യിലൂടെ ചെയ്യുന്ന പ്രോഗ്രാമിലൊക്കെ റിമിയുടേതായിട്ടുള്ള ചില ചേഷ്ടകൾ, അതാണ് ഈ ക്യാരക്ടറിന് കറക്റ്റ് ആപ്റ്റായിട്ട് വേണ്ടത്. അപ്പോൾ റിമിയെ പോലത്തെ ഒരാൾ ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് റിമിയോട് ചോദിച്ചതും. മുഴുവൻ തിരക്കഥയും വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തത്. തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് നമ്മുടെ വീടുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റോറി പോലെ അല്ലെങ്കിൽ നമ്മൾക്ക് വളരെ പരിചയമുള്ള കഥാപാത്രങ്ങളെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ. നർമ്മമാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും മെയ് 8-ാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിലെത്തുന്ന തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാത്തരം കുടുംബ പ്രേക്ഷകരെയും ആകർഷിക്കുന്ന, ഏതുതരം ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള രസകരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും. നമസ്കാരം, ഞാൻ റിമി ടോമി. ഇവിടെ ഇരിക്കുന്നത് ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ TV ഷോ ഒന്നും ചെയ്യാനല്ല. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. ജയറാമേട്ടന്റെ പടമാണ്. കണ്ണൻ താമരക്കുളം ഡയറക്ഷൻ, ദിനേശ് പള്ളത്ത് സ്ക്രിപ്റ്റ്, ആൻഡോ ജോസഫ് അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന കംപ്ലീറ്റ് ഒരു സീരിയലിന്റെ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഒരു സിനിമ. അപ്പൊ എന്റെ കഥാപാത്രം എന്ന് പറയുന്നത് പുഷ്പവല്ലി എന്നാണ് പേര്. ഒരു പക്ക നാട്ടിൻപുറത്തുകാരി. സീരിയലൊക്കെ എപ്പോഴും നമുക്ക് അങ്ങനെ ഒത്തിരി പേര് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇഷ്ടംപോലെ സീരിയല്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ അവർ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം ഒന്ന് സീരിയൽ തുടങ്ങിയാൽ മതി. അങ്ങനെ
സീരിയലിനെ ഭയങ്കര ഇഷ്ടപ്പെടുകയും പ്രത്യേകിച്ച് സീരിയലിന്റെ ഈ രചന നിർവഹിക്കുന്ന ജയദേവൻ ചുങ്കത്തറേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ജയദേവനായിട്ടാണ് ജയറാമേട്ടൻ. പിന്നെ അത് ഒത്തിരി പേരുണ്ട്. ലളിത ചേച്ചി, ജനാർദ്ദന ചേട്ടൻ, മണിയമ്പിള്ള രാജു, അനൂപ് മേനോൻ, പിന്നെ ആരൊക്കെയാ ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. ഗണേഷ് കുമാർ, ഗണേഷ് ഏട്ടൻ, പിന്നെ അങ്ങനെ എല്ലാം ഒത്തിരി നമുക്ക് സുപരിചിതരായ അത്രയും പരിചയമുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഡയറക്ടറിന്റെയും ജയറാമേട്ടന്റെയും എല്ലാവരും യൂണിറ്റ് അംഗങ്ങളും മൊത്തം അത്രയും സപ്പോർട്ടീവായിട്ടാണ് അവർ നിൽക്കുന്നത്. അതിൽ ഓരോ ക്യാമറ, ലൈറ്റ്, അവരുടെ എല്ലാം ഓരോരുത്തരുടെയും ഒരു വലിയ സപ്പോർട്ട് തീർച്ചയായിട്ടും എനിക്കുണ്ട്. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ വലിയ എന്താ പറയുക, അഭിനയിച്ച് തഴക്കം വന്ന് അങ്ങനെ സിനിമ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു തുടക്കക്കാരിയുടെ എല്ലാവിധ പരിഭ്രമവും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ വന്നിട്ട് സിനിമ കാണുള്ളൂ. പക്ഷെ സിനിമ കാണാണ്ടിരിക്കരുത്, കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ. ആ ഒരു ഇത്രയും കൊല്ലമായിട്ടും നിങ്ങളൊക്കെ എന്നെ അറിയാം, എനിക്ക് നിങ്ങളെ അറിയാം. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ തിയേറ്ററിൽ പോയി കാണണം. ഇപ്പോൾ ഷൂട്ടിംഗ് ഏകദേശം പകുതി ഓളം തീരാറായി, തീർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇനിയുണ്ട്, നോക്കാം.